ജീവിതയാത്രയിൽ തണലായി മണ്ണാറയിൽ മുഹമ്മദിന് ഇനി ബഡായി തട്ടുകടയുണ്ട്. ഗൾഫിലെ ജോലിയിൽ നിന്നും പിരിഞ്ഞിട്ട് നാട്ടിലെത്തിയതിനു ശേഷം തീരാത്ത ബാധ്യതകൾ കണ്ടപ്പോൾ ഇനി എന്ത് എന്ന ചോദ്യത്തിന് സഹപ്രവർത്തകരുടെ വാട്സപ്പ് കൂട്ടായ്മ ഇപ്പോൾ ഉത്തരം കണ്ടിരിക്കുകയാണ്. സൗദിയിലെ റിയാദിൽ അൽറാജ് കമ്പനിയിൽ ജോലി ചെയ്ത് പിരിഞ്ഞുപോയവരുടെ വാട്സപ്പ് കൂട്ടായ്മയുടെ സഹായത്താലാണ് മാറഞ്ചേരി പരിച്ചകം സ്വദേശി മണ്ണാറയിൽ മുഹമ്മദിന് ഒരു തട്ടുകട സ്വന്തമായിരിക്കുന്നത്. സൗദി റിയാദിൽ ഇതേ കമ്പനിയിൽ വർഷങ്ങളോളം ജോലി ചെയ്ത് ഒടുവിൽ നാട്ടിൽ വാർദ്ധക്യ ജീവിതം നയിക്കാനെത്തിയതാണ് മുഹമ്മദ് ക. എന്നിട്ടും ജീവിതത്തിലെ പ്രാരാബ്ധങ്ങൾ അദ്ദേഹത്തെ മറ്റൊരു ജോലിയിലേക്ക് തിരിക്കാൻ കാരണമായി. അപ്പോഴും മുടക്കുമുതൽ എങ്ങനെയെടുക്കും, എന്ത് സംരംഭം തുടങ്ങും എന്ന ചോദ്യം ഉയർന്നു. വിശ്രമ ജീവിതത്തിന് ഉതകുന്ന ഒരു ജോലി അന്വേഷിച്ചപ്പോൾ മുൻ കമ്പനിയിൽ നിന്നും പിരിഞ്ഞുപോയവരും മുഹമ്മദുക്കയുടെ സുഹൃത്തുക്കളുമായവരുടെ വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബഡായി തട്ടുകടയ്ക്ക് ഒടുവിൽ രൂപമായി. ഇനി കളിയും ചിരിയും ബഡായിയും നിറയുന്ന ഈ കടയിൽ വയറു നിറയ്ക്കാനുള്ള പലഹാരങ്ങളും ഉണ്ടാക്കി മാറഞ്ചേരി പരിച്ചകം റോഡിലെ പഴയ റേഷൻ കടയ്ക്ക് സമീപം മുഹമ്മദുക്ക ഉണ്ടാവും. ജീവിതത്തിന് പുതിയ വഴി വെട്ടിത്തെളിഞ്ഞതിൻ്റെ സന്തോഷത്തോടെ. അൽറാജ് കമ്പനിയുടെ കൂട്ടായ്മയുടെ സഹായം കൊണ്ടാണ് ഇപ്പോൾ ഞാനിത് ഈ കട തുടങ്ങിയിരിക്കുന്നത്. താമസിക്കുന്നത് വാടക വീട്ടിലാണ്, കഷ്ടപ്പാടാണ്. അങ്ങനെ പ്രവാസി പുതിയതായിട്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പോയിണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞ് കുഞ്ഞിമൂസോട് പറഞ്ഞ് ഒരു വണ്ടി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു തട്ടുകട തുടങ്ങാൻ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് പേടിയൊന്നുമില്ല തുടങ്ങണ കാര്യത്തിൽ. അതുകൊണ്ട് ഞാൻ വീണ്ടും തുടങ്ങിയിരിക്കണ്. അപ്പോൾ അത് നോമ്പായ കാരണം അങ്ങനെ കുറച്ച് ഉണ്ടാക്കുള്ളൂ. 5 മണിക്ക് ശേഷം നോമ്പായതിൻ്റെ തുറക്കലുള്ളൂ. നോമ്പ് കഴിഞ്ഞാൽ 2 മണിക്ക് തുറക്കും ചായയൊക്കെ ആയിട്ട്.